മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ. ഡൗൺലോഡ് നൗ. ചിരിയുടെ രുചിക്കൂട്ട് മലയാളി മനസ്സുകളിലേക്ക് നിറച്ച കോമഡി കൊണ്ടാട്ടത്തിന്റെ മറ്റൊരു സൂപ്പർ എപ്പിസോഡിലേക്ക് എല്ലാ മലയാളികൾക്കും സ്വാഗതം. വെൽക്കം ടു കോമഡി കൊണ്ടാട്ടം, co-powered by Das Return, range of cosmetics, kitchen treasures, RKG Ghee, gold winner, labor associate sponsor, Vizon. Comedy കൊണ്ടാട്ടം, comedy കൊണ്ടാട്ടം. അയ്യോ, ഞങ്ങളുടെ ഷെഫേട്ടൻ എന്തി? അദ്ദേഹം വരത്തില്ല. അതെന്നെ അദ്ദേഹം വരാതെ? ഇവിടെ പാചകം ചെയ്യുന്ന ഭക്ഷണമെല്ലാം ആദ്യം ടേസ്റ്റ് ചെയ്യുന്ന ആരാണ്? ഞങ്ങളുടെ ഷെഫേട്ടൻ. അതുകൊണ്ടാണ് അദ്ദേഹം വരാത്തത്. അയ്യോ, അദ്ദേഹം വളരെ ആസ്വദിച്ചാണ് നമ്മുടെ ആഹാരം കഴിച്ചോണ്ടിരുന്നത്. ആസ്വദിച്ചാണ് കഴിക്കുന്നത്. പക്ഷെ ഇപ്പം വളരെ ആസ്വദിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ടേസ്റ്റ് ചെയ്തതിന്റെ ഒരു ഗുണമേ. അല്ലെ, എന്നാലും നിങ്ങൾ എന്ത് ധൈര്യത്തിനാണ് ഇവിടം വരെ വന്നത്? അയ്യോ, അത് ധൈര്യത്തിന്റെ അല്ലത്. എനിക്കാണെങ്കിൽ 5 പ്രാവശ്യം ഞാൻ വിഷം കഴിച്ചാണ്. എന്നിട്ട് എനിക്കൊന്നും സംഭവിച്ചില്ല. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇവിടെ വന്നത്. വല്ലാത്തൊരു ജന്മം തന്നെ. 5 പ്രാവശ്യം വിഷം കഴിച്ചിട്ടും ചത്തിട്ടില്ല. സർവൈവ് ചെയ്യുന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. പിന്നെ ജുവലിനെ കണ്ടൊരു പേഴ്സണൽ കാര്യം കൂടെ സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നെ കണ്ടിട്ടോ? അതെ. ഈ വരുന്ന 28ാം തീയതി ഒഴിവുണ്ടോ? അയ്യോ, 28ാം തീയതി ഞാൻ ബിസിയാണ്. 28ാം തീയതി ഞാൻ ബിസിയാണ്. വേറെ പ്രോഗ്രാം ഉണ്ടോ? പിന്നെ എനിക്ക് വേറെ ഷോ ഉണ്ട്. അയ്യോടാ, ഭയങ്കര കഷ്ടമായി പോയി. ഈ വരുന്ന 28ാം തീയതി ഞാൻ ഒരു ചെറിയ പരിപാടി ഏറ്റായിരുന്നു. ഒന്ന് ആങ്കർ ചെയ്യാൻ വേണ്ടിയായിരുന്നു. അയ്യോ, ഞാൻ തിരക്കാണ് ചേട്ടാ. നമ്മൾ കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്ത് പോയി. അല്ല, എന്തെങ്കിലും അവരോടൊന്നും പറ. നമുക്ക് വേറൊരു പ്രോഗ്രാം വന്നു. അത് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്താണ്. നമുക്ക് പിന്നെ അത് മാറ്റാൻ പറ്റത്തില്ല. എന്നാ പിന്നെ എനിക്കൊരു ചെറിയ ഉപകാരം ചെയ്തു തരണം. എന്താ പറഞ്ഞേട്ടാ? ഇതുപോലെ പിഴവ് പറയാത്ത ഏതെങ്കിലും നല്ല ആങ്കേഴ്സ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പൊ എനിക്കിട്ട് ചെറുതല്ലാത്ത രീതിയിൽ താങ്ങാൻ വേണ്ടി കരുതിക്കൂട്ടി ഇറങ്ങി തരുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇന്നിവിടെ 4 ഗസ്റ്റുകൾ വരും. അതിന്റെ അകത്തുനിന്ന് ചേട്ടന് പറ്റിയ പിഴവ് പറയാത്ത നല്ലൊരു ആങ്കറിനെ ചേട്ടൻ അങ്ങ് തെരഞ്ഞെടുക്ക്. ഞാനൊരു വെല്ലുവിളിയായി അതങ്ങോട്ട് ഇട്ട് തരുന്നു. ഗസ്റ്റുകൾ. ഓ, വലിയ ഗസ്റ്റുകള് പറയുന്ന കേട്ടാ തോന്നുന്നു ഇവിടെ വലിയ കസേരം കൊടുത്ത് ഇരുത്താനാണെന്ന്. ഇവിടെ വന്നിട്ട് അടുക്കളപ്പണിക്കാനല്ലേ? അതാണ് നമ്മുടെ സ്റ്റേജിന്റെ പ്രത്യേകത. ഇവിടെ വരുന്ന ഗസ്റ്റുകളെ കൊണ്ട് ഞങ്ങൾ അടുക്കളപ്പണി ചെയ്യിപ്പിക്കും, തേങ്ങ ചരുവിക്കും, എല്ലാം ചെയ്യിപ്പിക്കും. ചേട്ടൻ ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് ഗസ്റ്റ് ആയിട്ട് വരണം കേട്ടോ. ഞാനോ? എന്നെ വീട്ടു ജോലിക്കാരനായിട്ടാണ് കണ്ടേക്കുന്നത്. അതെ അതെ, ഷെഫാണ്. ഇവിടെ വരുന്ന ഷെഫുമാരൊക്കെ ഭയങ്കര പേര് കേട്ട മിടുക്കന്മാരായിട്ടുള്ള ഷെഫുമാരാണ്. നാട്ടുകാർക്കൊക്കെ നല്ല മതിപ്പാ ഇവിടെ വരുന്ന ഷെഫുമാരെ പറ്റി. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ അടുക്കളപ്പണിക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ അടുക്കളപ്പണിക്കാരല്ല, നമ്മുടെ ഗസ്റ്റുകൾ. ഇന്ന് നമ്മുടെ കോമഡി കൊണ്ടാട്ടത്തിലെ ഗസ്റ്റുകളെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ആദ്യം തന്നെ വെൽക്കം ചെയ്യാം ചലച്ചിത്ര രംഗത്തെ താരമായ നന്ദനുണ്ണി, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ തരംഗം മീനു ലക്ഷ്മി. നമസ്കാരം, വെൽക്കം ടു കോമഡി കൊണ്ടാട്ടം. 2 സുന്ദരിമാരെ കൂടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ലെറ്റ്സ് വെൽക്കം ഹിമ ശങ്കർ ആൻഡ് ജയശ്രീ. അതാണ് നമ്മുടെ ഗസ്റ്റുകൾ വന്നങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ വേദി ഭയങ്കര ഉഷാറാണ്. ഷെഫേട്ടാ വന്ന് ഗസ്റ്റുകളൊക്കെ നിന്ന് കഴിഞ്ഞപ്പോ എന്താ ഒരു ഡാൻസ് പെർഫോമൻസ് ഒക്കെ, ഒരു കറണ്ട് അടിച്ച പോലെ ഒരു ഫീല്. അതിന്റെ ഒരു ഉത്സാഹം. ഞങ്ങൾ ഡാൻസ് ചെയ്യുമ്പോ ചേട്ടനൊക്കെ അവിടെ ഒന്ന് കാണുന്നു, ചേട്ടൻ മാത്രം കാണുന്നു. നെറ്റിപ്പട്ടം കെട്ടി വന്നോണ്ട് കുഴപ്പമില്ല. അപ്പൊ ഏതായാലും
ഹിമ, ജയശ്രീ രണ്ടുപേർക്കും സ്വാഗതം കോമഡി കൊണ്ടാട്ടത്തിലേക്ക്. നിങ്ങളുടെ എല്ലാവരുടെയും സിനിമാ വിശേഷങ്ങൾ, സോഷ്യൽ മീഡിയ വിശേഷങ്ങൾ, എന്തൊക്കെ വിശേഷങ്ങളാണ് ഈ ഓണത്തിന് നമ്മൾ പ്രേക്ഷകരുമായി പങ്കിടാൻ പോകുന്നത്? നന്ദൻ, ഏതൊക്കെയാണ് പുതിയ പ്രൊജക്ടുകൾ ഇറങ്ങാനുള്ളത്? അഖിൽമാരാർ ഡയറക്ട് ചെയ്ത താത്വികാവലോകനം എന്നുള്ളൊരു സിനിമയാണ്. അത് ഒരു പൊളിറ്റിക്കൽ സറ്റയർ മൂവിയാണ്. എന്തായാലും ഉടനെ തന്നെ റിലീസാണ്. ലാസ്റ്റ് ഇറങ്ങിയതൊക്കെ മാലിക് എന്നുള്ള സിനിമ. മാലിക്കിലൊക്കെ നല്ല ക്യാരക്ടർ ചെയ്തു. അതുപോലെ ഒരുപാട് സിനിമകളിൽ നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അടുക്കളയിലൊക്കെ വല്ലപ്പോഴെങ്കിലും കയറാറുണ്ടോ? ഇടയ്ക്ക് എത്തി നോക്കാറുണ്ട്. ഇന്ന് ഞങ്ങൾ ഒരു അടുക്കള സ്വന്തമായിട്ട് അങ്ങോട്ട് തന്നേക്കും. എന്ത് വേണമെങ്കിലും വെച്ചോണ്ടാക്കിക്കോ. ഈ ചേട്ടനൊക്കെ 5 പ്രാവശ്യം വിഷം കഴിച്ചിട്ട് മരിക്കാത്ത ഐറ്റമാണ്. അപ്പൊ എന്ത് പൊക്കോളൂ ഇവിടെ. ഇന്നൊരു തീരുമാനമാവുന്നു. അതെ, ധൈര്യമായിട്ട് എന്തും വെച്ചുണ്ടാക്കി കൊടുക്കാം കേട്ടോ. അതെ, ഞാനും. അപ്പൊ ഏതായാലും മീനു സ്ഥിരമായിട്ട് രാവിലെ എഴുന്നിട്ട് ഇൻസ്റ്റാഗ്രാം തുറക്കാം, മീനുവിന്റെ ഒരു ഡാൻസ് കാണുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്ക്രോൾ ചെയ്ത് മുകളിലേക്ക് പോവാ. എല്ലാം ഇതെങ്ങനെ സാധിക്കുന്നു? എന്താണ് ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ജീവിതം? വളരെ അടിപൊളിയാണ്. നിങ്ങൾക്ക് അത് കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടോ? പിന്നെ തീർച്ചയായിട്ടും രാവിലെ എനിക്ക് മീനുവിന്റെ ഡാൻസ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്ക്രോൾ ചെയ്യുന്നത്. അപ്പൊ മീനു ഫാൻസ് ഒക്കെ ഒരുപാടുണ്ടോ ഇപ്പോ? കുഴപ്പമില്ല. അങ്ങനെ പറയരുത്, ഫാൻസിന് വിഷമാവും. ഇല്ല, അത്യാവശ്യം ആൾക്കാർ നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ആ സപ്പോർട്ടിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ജയശ്രീയുടെ അടുത്തേക്ക് പോകാം. ജയശ്രീ ഒത്തിരി സിനിമകളിലൂടെ കണ്ടിട്ടുള്ള മുഖമാണ്. ഇപ്പോ ഓണക്കാലത്ത് വീണ്ടും കോമഡി കൊണ്ടാട്ടത്തിലൂടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ന്യൂ പ്രോജക്ട്സ് എന്തെങ്കിലും ഇപ്പൊ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണോ? ഇപ്പം ലേറ്റസ്റ്റ് അഭിനയിച്ചത് റെഡ് റിവർ എന്ന് പറഞ്ഞ മൂവി, വിഷ്ണു ഉണ്ണികൃഷ്ണൻ അതുപോലെ തന്നെ സുധീർ കരമ അവരൊക്കെ ചെയ്തിട്ടുള്ള മൂവി. അതിലൊരു ഫീമെയിൽ ലീഡ്. പിന്നെ ഒരു വിശേഷം മഹാവീരർ എന്ന് പറഞ്ഞ ആസിഫ് അലി, നിവിൻ പോളി, ആസിഫ് അലി, എബ്രി ഷൈൻ ഡയറക്റ്റ് ചെയ്യുന്ന, ഷൈൻ സാർ ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൽ AD ആയിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരിക്കുകയാണ്. പൊളി. അപ്പൊ ബിഹൈൻഡ് ദ ക്യാമറയും പോകാനുള്ള പരിപാടിയാണ്. ഹിമ, എന്തൊക്കെയാണ് ഹിമയുടെ പുതിയ വിശേഷങ്ങള്? എന്റെ വിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ കുറെ നാള് കാണാനില്ലായിരുന്നു എന്നാണ് എല്ലാവരുടെയും പരാതി. മുങ്ങി നടക്കുക. അതെ, ഇല്ല, ഞാൻ കുറച്ച് നാള് അഭിനയ രംഗത്തുനിന്ന് മാറി നിൽക്കുമായിരുന്നു. പക്ഷെ ഞാൻ ലോക്ക്ഡൌണിൽ 2 സ്ക്രിപ്റ്റ് ചെയ്തു. സിനിമ ഡയറക്റ്റ് ചെയ്യാൻ ഞാൻ ഡയറക്ഷനാണ് പഠിച്ചത്. തീരുമാനിച്ചു. പക്ഷെ സെക്കൻഡ് വേവ് വന്നപ്പോൾ അതും കൂടെ നീങ്ങി. അപ്പൊ പിന്നെ ഞാൻ വീണ്ടും എനിക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ആക്ടിങ്ങിൽ. അപ്പൊ അതിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പൊ ഏതായാലും ഈ ഓണക്കാലം കഴിയുമ്പോഴേക്കും എല്ലാവരുടെയും എല്ലാ പ്രൊജക്ടുകളും ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട്, അല്ലെ? ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ തരുന്ന ആഹാരം പോലെ ഐശ്വര്യമുള്ളൊരു ജീവിതം ഉണ്ടാവട്ടെ എന്നുള്ളൊരു ആശംസയോട് കൂടി നല്ലൊരു കൈ കൊടുത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ അധ്യായം ഇവിടെ ഒഫീഷ്യലി ആരംഭിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെലക്ഷൻ പ്രോസസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ 4 അടുക്കളയുണ്ട്. 4 അടുക്കളയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ഒറ്റയ്ക്ക് ഞാൻ വിടില്ല. അതായത് നമ്മുടെ ഈ കോമഡി കൊണ്ടാട്ടത്തിന്റെ വേദിയിൽ ഒരു സെലക്ഷൻ പ്രൊസീജിയർ ഉണ്ട്. കാരണം ഇവിടെ ചങ്ക്സ് എന്ന് വിളിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ നിങ്ങളോടൊപ്പം വരും. അവരുടെ ഒപ്പമായിരിക്കും നിങ്ങൾ കുക്ക് ചെയ്യേണ്ടത്. ഒറ്റയ്ക്ക് പണി എടുപ്പിക്കില്ല. ഓക്കെ, സഹായത്തിന് ഞങ്ങൾ ആളെ തരുന്നതായിരിക്കും. അപ്പൊ ആ ഒരു സെലക്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇവിടെ വരുന്ന എല്ലാ ഷെഫുമാർക്കും ഞാൻ സ്ഥിരമായി കൊടുക്കുന്ന ഒരു നല്ല ജോലിയുണ്ട്. അവിടെ ഒരു ഉന്തുവണ്ടി ഇരിപ്പുണ്ട്. അത് ഉന്തിക്കൊണ്ട് വരണം. അത് ഉന്തിക്കൊണ്ട് വരിക. സൂക്ഷിക്കണേ. ഉല്ലാസേട്ടനൊക്കെ നിസ്സാരം. നേരെ ഇതിലൊക്കെ അടിച്ച് ഭയങ്കര കളിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇന്റർനാഷണൽ ചോദ്യങ്ങളാണ് ഈ വായിന്ന് ഇപ്പൊ വീഴാൻ പോകുന്നത്. ഞാൻ ചോദ്യം ചോദിക്കും. അപ്പൊ ഉത്തരം അറിയാവുന്ന ആള് വിസിലടിക്കണം. എന്നിട്ട് നിങ്ങൾ ഉത്തരം പറയണം. നിങ്ങളുടെ ഉത്തരം ശരിയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഷീറ്റുകളിൽ ഏതിലും ഒന്നിലും നിങ്ങളുടെ പാർട്ട്ണറിന്റെ ആ ഒരു ക്ലൂ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറെ കിട്ടും. ഭാര്യമാർ സ്നേഹത്തോടെ ഭർത്താവിനെ വിളിക്കുന്ന മീനിന്റെ പേര് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ. അറിയാൻ പാടില്ല. എന്നാലും ഞാൻ പറയാം, തമിഴുമായിട്ട് ചെറിയൊരു സാദൃശ്യമുള്ളൊരു വാക്കാണിത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 അക്ഷരത്തിൽ നമുക്ക് പറയാൻ പറ്റിയ ഒരു മീനിന്റെ പേരാണ്. ഇത്ര ക്ലൂ ഒക്കെ തരാൻ പറ്റുള്ളൂ. പൊന്മാന് തമിഴുമായിട്ട് ചായവുള്ളൊരു വാക്കാണ്. ആദ്യത്തെ അക്ഷരം ക. ഭർത്താവിനെ വിളിക്കുന്ന കാകൂടിയുള്ളൊരു പേര്. പേരുകളൊന്നും വരുന്നില്ലല്ലോ. ഏതൊക്കെ പേര് എത്ര അറിഞ്ഞാലും ഗസ്റ്റിന് തരാൻ പറ്റിട്ട് കൊളന്തേന്നൊക്കെ മാത്രമേ വരുന്നു. ഭർത്താവിനോട് വിളിക്കുന്ന പേര് എനിബഡി നോസ്? പറഞ്ഞോ. കണവൻ. കണവ. അത് തന്നെ. അതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം. കൊഴുവേന്ന് പറഞ്ഞില്ലല്ലോ. ഭാഗ്യം. ചേട്ടൻ ഇനി ഏത് കാർഡിലാണ് ആ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നതെന്ന് ഒന്ന് നോക്കി പറയൂ.
തത്തമ്മ ഭാഗ്യം ആദ്യത്തെ ചീറ്റിൽ തന്നെയുണ്ട്. അതെ, ആദ്യത്തെ ചീട്ടിൽ തന്നെ എടുത്തു വന്നിരിക്കുകയാണ്. ഒരു ക്വീന്റെ കാർഡാണ്. അപ്പൊ ഒരു മഹാറാണിയാണ് ഇന്ന് നന്ദനെ തേടി വരാൻ പോകുന്നത്. അപ്പൊ നന്ദനെ കാത്തിരിക്കുന്ന ആ മഹാറാണി ആരാണ്? ആരെവിടെ? മഹാറാണിയെ സ്വാഗതം ചെയ്യൂ. നന്ദനുണ്ണിയെ പാചകത്തിന് സഹായിക്കാൻ എത്തിയിരിക്കുന്നു നാൻസി മഹാറാണി. എന്തൊക്കെയുണ്ട് മഹാറാണി വിശേഷങ്ങൾ? സുഖമായിട്ട് പോണണ്ണ. അന്ന സുഖമായിട്ടിരിക്കണ? എങ്ങനെ അന്ന സുഖമായിട്ടിരിക്കണ? പൊളിഞ്ഞു മഹാറാണി, പൊളിഞ്ഞു. അല്ല, ഇനി പൊളിയോ പോണതല്ലേ ഉള്ളൂ. നന്ദനുണ്ണി എങ്ങനെയുണ്ട്? സ്വപ്ന സുന്ദരി ഭയങ്കരമായിരുന്നു. സന്തോഷമായി പോയില്ലേ? നന്ദനുണ്ണി ഒരു സെക്കൻഡ് ഒന്ന് ഞെട്ടി. ഇതാരിത്? ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചു. ഇത്രയും പ്രതീക്ഷയില്ല. അപ്പൊ ഏതായാലും ആദ്യം തന്നെ അടുക്കള പ്രവേശനം നടക്കട്ടെ. എന്താണ് നന്ദനുണ്ണി ഒരു ബൈക്ക് ക്ലബ്ബിൽ മുഖത്ത്? ഒരു ബൈക്ക് ക്ലബ്ബില്ല, ഒരു ബൈക്ക് ക്ലബ്ബില്ല. എന്താവും ഓർത്തിട്ടുള്ള ഒരു ബൈക്ക് ക്ലബ്ബി ഉണ്ട്. ഒരു ചെറിയ ഭയം അല്ലേ ഉള്ളില്? അണ്ണൻ പേടിക്കണ്ട, ഞാൻ ഉണ്ട്. ഞങ്ങള് പൊളിക്കും. അപ്പൊ അടുത്ത ചോദ്യം ഞാൻ പറയാൻ പോവാണ്. ഇതിനെങ്കിലും ഉത്തരം കറക്റ്റ് ആയിട്ട് പറയണേ. വിസില് റെഡിയാണോ എല്ലാവരുടെയും? വിസില് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ പെട്ടത് കിട്ടും നിങ്ങൾക്കൊരു ചങ്കിന്. ഫർണിച്ചർ അടിയിലിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ്. വേഗം പറഞ്ഞു. വെരി ഗുഡ്. വിസിലടിച്ചിട്ട് ആര് പറഞ്ഞു? ജയശ്രീ പറഞ്ഞു. അപ്പൊ ജയശ്രീക്കാണ് അതിന്റെ ഉള്ള ഇത് കിട്ടിയിട്ടുള്ളത്. നോക്കിക്കോ, ഏത് ചീട്ടിന്റെ അടിയിലാണ് ജയശ്രീയുടെ ഉത്തരം കിടക്കുന്നത് എന്നുള്ളത്. കിട്ടി. ബുഷിനെ കിട്ടിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജയശ്രീക്കാണ്. കിങ്ങിനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ജയശ്രീക്ക് വേണ്ടി ഒരു മഹാരാജാവ് ഇപ്പോൾ ഈ വേദിയിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ജയശ്രീയുടെ ഒപ്പം ചേർന്ന് പാചകത്തിൽ കലാവിരുതുകൾ സൃഷ്ടിക്കാൻ എത്തുന്നു അജീഷ് മഹാരാജാവ്. രാജ രാജ എന്തിനു മൊത്തം ഗജരാജ, നിന്റെ കരുത്തോ 1000 ആനയ്ക്കൊപ്പം നിൽക്കും ജഗരാജ. ചക്കടമുട്ടൻ രാജ, ഇത് 8 അടി വീരൻ രാജ, ധീരപരാക്രമ വിക്രമ യുവരാജ രാജ. കോട്ടയം വാഴും അജീഷ് മഹാരാജാവ്. ആരാന്നാ പറഞ്ഞേ? അജീഷ് മഹാരാജാവ്. ഈ രാവിലെ എന്നോട് 2000 രൂപ ചോദിച്ചായിരുന്നു. അന്നേരം ഈ ഗമേലല്ലോടോ നീ ചോദിച്ചത്? എന്തിനാ ഇവിടെ പറയുന്നത്? അതൊക്കെ എന്തിനാ? ഈ ഗമേലല്ലോ ഇയാള് ചോദിച്ചത് എന്നോട്. പക്ഷെ വേറെ ആമ്പിളർ എനിക്ക് തന്നറിയാവോ? ഏത് പൈസ എനിക്ക് വേറെ ആമ്പിളർ ഇത് കിരീടം മാത്രമല്ല, ഇത് കമ്മച്ചു വെച്ച് തണ്ടാനും എനിക്കറിയാം. ജയശ്രീ, ഈ കോട്ടയം രാജാവിനെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇന്നൊരു യുദ്ധമാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. കലവറയിൽ യുദ്ധം, കലവറയിലെ അതെ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും മനസ്സ് വെച്ച് ആ കലവറ ഒരു മനോഹരമായിട്ടുള്ള വേദിയാക്കി മാറ്റുക. നിങ്ങൾ രണ്ടുപേരും പോയി കലവറ മണിയറയാ. അതല്ലാത്തൊരു കൊച്ചിനെ പോകുന്നു. ഞാനത് പറയത്തില്ല. എനിക്ക് അറിയായിരുന്നു നിങ്ങളത് പ്രതീക്ഷിക്കുന്നുള്ളത്. നിങ്ങൾ പോയി അടുക്കള കയറിക്കോ. കൺഗ്രാറ്റുലേഷൻസ്. രണ്ടുപേരും അടുക്കളയിലോട്ട് വിട്ടോ. ആയിക്കോട്ടെ, അല്ലെ തന്നെ വീട്ടിലും അടുക്കളല്ലേ ഞാൻ. അടുത്ത ബ്രില്യന്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എനിക്കിട്ട് താങ്ങിയതാണോ? എന്റെ ക്വസ്റ്റ്യന്റെ സ്റ്റാൻഡേർഡ് കൊണ്ടാണ് ഇവരാരും ഒന്നും പറയാത്ത. ഇതൊരു ജീവിയാണ്, ഓക്കെ? പക്ഷേ പേരിൽ മലയാളത്തിന്റെ ഒരു അക്ഷരത്തിന്റെ പകുതിയേ ഉള്ളൂ. ഒരക്ഷരത്തിന്റെ പകുതിയിലാണ് മലയാളത്തിലെ ഒരു അക്ഷരം, അതായത് പകുതിയെ സൂചിപ്പിക്കുന്ന ഒരു അക്ഷരം എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ഒന്ന് ആലോചിക്കൂ. അതെ അതെ, ഇതൊരു ജീവിയാണ്. ഈ മറന്നു വന്ന അരണയാണോ? കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. അര ന. അപ്പൊ കറക്റ്റ് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അടുത്ത രാജാവിനെ സ്വന്തമാക്കിയിരിക്കുകയാണ് ഹിമ. ഹിമയ്ക്ക് വേണ്ടി ഏത് രാജാവാണ് തയ്യാറെടുത്ത് നിൽക്കുന്നത് നമുക്ക് നോക്കാം. ഹിമയ്ക്ക് വേണ്ടി അന്തപുരത്തിൽ നിന്നും പള്ളി ഉറക്കം കഴിഞ്ഞു വരുന്നു ഷൈജോ മഹാരാജാവ്. മന്നാങ്കാല കോട്ടവാഴും രാജാതിരാജൻ വീരേന്ദ്ര സിംഗ് ഷൈജോ മഹാരാജനിതാ എഴുന്നള്ളുന്നേ. പൊളിഞ്ഞു കൊട്ട കയറി. ഇവിടെ ഒരു രാജാവ് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വിളിച്ചു പറയേണ്ടത് പടന്മാരാണ്. കടന്മാർക്ക് പൈസ കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താ ഞാൻ പോണത്. ഞാൻ രാജാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് മാത്രമേ ഉള്ളൂ. അടിമാലി മഹാരാജാവ് രാജ്ഞിയും കൂട്ടി അടുക്കളയിൽ പോയി കേറിക്കോ. അടുത്ത ഗസ്റ്റിന് ഞാൻ
ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും സുഹൃത്തെ നിങ്ങളുടെ വാലി ഉരുട്ടി വെക്ക് അയ്യോ അത് മര്യാദക്കൊന്ന് ഇടാനെങ്കിലും പഠിക്കരുത്. ഒറ്റ ചോദ്യത്തിന് പോലും ഉത്തരം പറയാതെ മിടുക്കിയായിട്ട് അവസാനം നിൽക്കുകയാണ് നമ്മുടെ മീനു. ഇനിയിപ്പോ ഏതായാലും ചോദ്യം വേണ്ട, അവസാനം നിൽക്കുന്ന കാർഡ് മീനുവിന് എടുത്തു കൊടുക്കുക, ആളെ വിളിക്കാവുന്നതാണ്. ഏത് കാർഡാണ് ബാക്കി നിൽക്കുന്നത്? ഒരു റാണിയുടെ കാർഡ് അവശേഷിക്കുന്നുണ്ട്. അപ്പൊ ആ റാണിയുടെ കാർഡ് നമുക്ക് മീനുവിന് കൊടുക്കാം. മീനുവിന് കിട്ടാൻ പോകുന്നത് ഒരു റാണിയാണ്. സന്തോഷമായല്ലോ. അപ്പൊ മീനുവിനെ കാത്തിരിക്കുന്ന മഹാറാണിയെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നയന മനോഹരിയായി എത്തുന്ന നയന മഹാറാണി. മാലിനിയുടെ തീരം ഒഴുകി വരും പനിനീർ കാറ്റേ ആരോടും പറയരുതീ പ്രേമത്തിൻ ജീവൻ അയ്യോ സന്തോഷമുണ്ട് ആ സ്റ്റെപ്പ് ഒന്നുകൂടെ കാണിക്കാവോ? LKG പിള്ളേർ കളിച്ച സ്റ്റെപ്പ് നല്ല രസം. അത് തന്നെ. പാവാട കിട്ടിയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. നയന മഹാറാണി ഹായ് ഷെഫ്. നമസ്കാരം. നമസ്കാരം. കുട്ടിയുടെ ഭർത്താവിന് വാദ്യോപകരണങ്ങളൊന്നും വായിക്കാൻ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ? അറിയില്ല. അതെങ്ങനെ മനസ്സിലായി? എങ്ങനെ മനസ്സിലായിരുന്നു? താളബോധമുള്ള ഒരാളെങ്കിലും ഇയാൾ കൂടെ പിടിക്കാൻ പറ്റുമോ? അങ്ങനെ പറയരുത്. നമ്മുടെ നയനയുടെ കഴിവുകൾ ലോകം അറിയാൻ കിടക്കുന്നേ ഉള്ളൂ അല്ലേ? അപ്പൊ മീനു ഇവിടുത്തെ ഏറ്റവും പേര് കേട്ട ഒരു കമ്പനിയാണ് നമ്മുടെ നയന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുക്കളയിൽ പോയി കേറിക്കോ. 2 ഇൻസ്റ്റാഗ്രാമുകളെ കൂടി ഞാൻ ഒരു അടുപ്പിന്റെ വീട്ടിലേക്ക് വിടുകയാണ്. പോയി കേറിക്കോളൂ. ചാനൽ കത്തിക്കാണ്ടിരുന്ന കൊള്ളാമായിരുന്നു. നല്ല ബെസ്റ്റ് ആൾക്കാരാണ് രണ്ടുപേരും കയറ്റി വിട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാ ഗസ്റ്റുകൾക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാർട്ട്ണറിനെ തന്നെ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആണല്ലോ? ഞാൻ ഹാപ്പി അല്ല ഹാപ്പി അല്ലെങ്കിൽ ഇപ്പൊ മാറ്റി തരാനൊന്നും പറ്റില്ല. അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് കോമഡി കൊണ്ടാട്ടത്തിൽ വെക്കാൻ പോകുന്ന ആ ഒരു വിഭവം എന്നുള്ളതാണ് ഇനി ഒരു ചോദ്യം. അപ്പൊ അതിന്റെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഓണമായിട്ട് ഒരു വെറൈറ്റി പായസം വെക്കാൻ പോവാണ്. മനസ്സിലായോ? ഫ്രൂട്ട് പായസം. അപ്പൊ ആദ്യം ഷെഫേട്ടാ നമ്മുടെ ഉന്തുവണ്ടി എടുത്തിട്ട് വരണം. എടുത്തോണ്ട് വരണം. അതാണ് ഇവിടുത്തെ പ്രധാന ഒരു തൊഴിൽ. അതാണ് തണ്ണിമത്തൻ, ആപ്പിൾ, തണ്ണിമത്തൻ, പിന്നെ പേരറിയാത്തൊരു സാധനവും. അപ്പൊ ഏതായാലും കൊറേ ഫ്രൂട്ട്സ് കൊണ്ട് വെച്ചിട്ടുണ്ട്. നയനെ ഈ ഇരിക്കുന്ന ഫ്രൂട്ടിന് പേരണ, ഈ ഇരിക്കുന്ന സാധനത്തിന് പേരണ, ചേച്ചി ഇതിരിക്കുന്ന സാധനത്തിന് പേരണ ഇതാ കർമൂസ. അതാണ് നീ പറയണ കേക്കാൻ വേണ്ടി കർമൂസ. നയനയുടെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം ആണ്. ഇവിടെ വന്നിട്ട് ഇപ്പോ പല പ്രാവശ്യം പറഞ്ഞ് നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് ആ കുട്ടി. അപ്പോൾ ആ കുട്ടിയുടെ കർമൂസ അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ 1 2 3 പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ട് നിങ്ങൾക്ക് പോയി എടുക്കാം. എല്ലാവർക്കും ഓരോ ഓപ്ഷൻ ഉണ്ട്. ചങ്ക്സ് റെഡി ആണല്ലോ? റെഡി 1 2 3 ഒരു ചട്ടിന്ന് ഒരാൾക്ക് എടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഈ ആപ്പിൾ ആര് ബാക്കി വെച്ചിരിക്കുന്ന ആപ്പിളിന് മൊത്തം കൊട്ടി എടുത്തോണ്ട് വരാ. പിന്നെ അല്ലാതെ അജേഷ് മഹാരാജൻ ലോക പരാജയമാണല്ലോ. അല്ല എനിക്ക് അറിയില്ലായിരുന്നല്ലോ. ഇതിപ്പോ എടുത്തുന്നുള്ളൂ. അവൾ എന്നാ ഉണ്ടാക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. പേര് പോലും എനിക്ക് അറിയത്തില്ല. ഇനിയാണ് ഇതിന്റെ ഒരു ട്വിസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പോകുന്നത്. ഷെഫേട്ടൻ ഓരോരോ അടുക്കളയിൽ ചെന്ന് അവരെടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ എടുത്ത് അടുത്ത അടുക്കളക്കാർക്ക് കൊടുത്തിട്ട് സാധനങ്ങൾ എടുത്തിട്ട് അടുത്ത അടുക്കളക്കാർക്ക് കൊടുക്കണം എന്നുള്ള ഒരു മാരകമായ ട്വിസ്റ്റ് ഈ കളിയിൽ വന്നിരിക്കുകയാണ്. ഈ പാവത്തിന് എനിക്ക് കഴിയില്ല. ഷെഫേട്ടൻ തന്നെ മാറ്റി കൊടുത്തോ. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് എടുത്ത് കൊടുത്തോ. എനിക്കിത് അറിയാറുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ആർക്കും വേണ്ടാത്ത ഒരു സാധനം ഷെഫിനെ വശീകരിക്കാൻ ശ്രമിക്കുന്ന പലരെയും ഞാൻ കാണുന്നുണ്ട്. അത് പൊത്തിപ്പിടിച്ചിട്ടൊരു കാര്യമില്ല. അതവിടെ പോകും കേട്ടോ. അതവിടെ പോകും. എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാമല്ലോ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാമല്ലോ. തന്നേ അല്ലെങ്കിൽ തന്നേ തരുന്നില്ലല്ലേ? അല്ല നമുക്കൊരു കാര്യം ചെയ്യാം. അല്ല നമ്മള് കൊടുത്തില്ലെങ്കിൽ നമ്മള് കേസ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് മതിയെന്ന്. ഇപ്പൊ എല്ലാം സെറ്റായില്ലേ? മാറ്റി തരാം. കൊണ്ടുപോവാ. ഇങ്ങോട്ടല്ല അങ്ങോട്ട്. അപ്പൊ പരിപാടി അവസാനിപ്പിച്ചിരിക്കുകയാണ്. കൈ അടിക്കൂ. ഇപ്പോഴാണ് ഈ പരിപാടിക്ക് ഒരു തീരുമാനമായത്. പേര് പോലും അറിയാത്ത ഒരു സാധനം വെച്ച് ഞങ്ങൾ പാചകം ചെയ്യണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്
ഷൈജു മഹാരാജാവിന് എന്നെ കൃത്യമായിട്ട് അണ്ണിമത്തൻ എത്തിയിട്ടുണ്ട്. അല്ല നിങ്ങളും കൂടെ നോക്കിയേ, ആ. ഇത് രണ്ടും തമ്മിൽ എന്നാ വ്യത്യാസമുള്ളൂ? ഞാൻ തമാശല്ല, ആ കളറും ആ രൂപവും ഒക്കെ വെച്ച്. മഹാറാണി, നാൻസി മഹാറാണി, കയ്യിലിരിക്കുന്ന ഐറ്റത്തിന്റെ പേരെന്താണ്? ആപ്പിൾ. ആപ്പിൾ വെച്ച് പായസം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്? പറഞ്ഞോളൂ, ഞാൻ സഹായിക്കാവോ? പിന്നെ സഹായിക്കണം, പറയൂ. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പാല് വേണ്ട. പാല് വേണം, നെയ്യ് വേണം, നെയ്യ് വേണം, പിന്നെ ഇതൊക്കെ പാല് മതി. വേണ്ടേന്നൊക്കെ സംശയം പോലൊക്കെ. വേണ്ട, പഞ്ചസാര വേണം. പഞ്ചസാര വേണം. മിൽക്ക് മെയ്ഡ് ഉണ്ടോ? മിൽക്ക് മേഡും വേണോ? ആ, വേണം. 6 ഐറ്റം. ആ കർമൂസ് പായസത്തിന് എന്തൊക്കെയാണ് നമ്മൾ items വേണ്ടത്? ആ കർമൂസ പായസത്തിന് എന്തൊക്കെയാണ് items വേണ്ടത്? പാല് വേണം, പാല് വേണം, പഞ്ചസാര വേണം, പഞ്ചസാര വേണം, ഏലക്കാപ്പൊടി. ഇതിന്റെ വയറ് കേടാവൂ ഇവിടെ. പറയാൻ പറ്റത്തില്ല. പപ്പായ കൂടെ. എല്ലാവരും പരീക്ഷണത്തിലാണ്. എല്ലാത്തിനും പരീക്ഷയാണ്. പിന്നെ ഏലക്കപ്പൊടി, പിന്നെ പിന്നെ ശർക്കരയാണോ പഞ്ചസാരയാണോ? പഞ്ചസാര മതി. പഞ്ചസാര മതി. ആ പിന്നെ എന്താണ് വേണ്ടത്? വേറെ പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. നെയ് നെയ് പിന്നെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ റൈസൻസും പുട്ടി കൊണ്ടൊക്കെയുള്ള പരിപാടിയാണോ തോന്നുന്നത്? ഏതായാലും അപ്പൊ നൈസായിട്ട് അവിടെ നടക്കട്ടെ. പപ്പടം കുത്തിക്കൊണ്ട് തന്നി മൊത്തം പൊളിക്കാൻ ശ്രമിക്കുന്ന ലോകത്തിലെ വിചിത്ര സ്വഭാവമുള്ള ഒരു വ്യക്തിത്വത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കത്തി എടുത്തതിന് മുൻപ് എഴുത്തുന്ന ഇതാണ്, ഞാൻ കുത്തും. അല്ല ഇതിന്റെ സ്വഭാവം അനുസരിച്ചിട്ടാ കൊടുക്കേണ്ടത്. വേണ്ട, ഈ രാജ്യത്ത് ഓരോന്ന് പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അതാ പറഞ്ഞ കോസ്റ്റ്യൂം ഇത് നന്നിട്ടാ കത്ത് എഴുതിട്ട് പോയേക്കണോ? വരട്ടെ. കൗണ്ടറും കൈ നിൽക്കുന്നില്ല, കോസ്റ്റ്യൂം നിൽക്കുന്നില്ല. പായസത്തിന് എന്തൊക്കെ വേണമെന്ന് പറ. തണ്ണിമത്തനല്ലേ, നല്ല കളർഫുൾ ആയിരിക്കണം. അപ്പൊ പാല് പോരെ? കളർഫുൾ ആണെങ്കിൽ ഇച്ചിരി പൂവും മറ്റേ സാധനം. അത് നമുക്ക് പിന്നെ അലങ്കരിക്കാം. പാല്, പഞ്ചസാര, മോര് കുളിപ്പിക്കണം. നാളെ വേറെ സാധനം നമ്മള് ലസ്സിയൊക്കെ ഉണ്ടാക്കണെങ്കിൽ മോര്. നമ്മള് പായസം കഴിക്കാൻ പോണത്. പായസം ഡൈവേർട്ട് ചെയ്യുന്നു ഇയാള്. ആ ശരി, പിന്നെ എന്തൊക്കെ വേണം? അപ്പുറത്ത് പറഞ്ഞ പാല്, പഞ്ചസാര, കിസ്മിസ്, ബദാം. കിസ്സൊന്നും തരാൻ പറ്റില്ല കേട്ടോ. ഇല്ലാത്ത കേസാണെങ്കിൽ ഞാൻ നിൽക്കില്ല, അത് പറ്റത്തില്ല. പോയില്ല രാജാവേ, ബാ. പ്രശ്നത്തില അതിന്റെ ഇടയ്ക്ക് നിന്റെ ഓവർ ആക്ടിങ് നിനക്ക് അത് ചേട്ടാ, ഉണക്ക മുന്തിരിന്ന് കേട്ടുണ്ടോ? കൗണ്ടർ കൗണ്ടർ കിസ്മിസ്. കൗണ്ടർ. ആ ശരി. അപ്പൊ സെറ്റ്. പാല്, പഞ്ചസാര, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, ബദാം, നെയ്യ് വേണോ? വേണം വേണം. വേണമെങ്കിൽ വേണ്ട തന്നു. വേണ്ടെങ്കിൽ വേണ്ട, വെണ്ണ വെണ്ണ ആയാലും മതി. കോട്ടയം മഹാരാജാവേ, എന്തോ ഇതിന്റെ പേരെന്താന്ന് ആദ്യം ഒന്ന് പറയാം. ഇതിന്റെ പേരാണ് ക്ഷമാം. ക്ഷമ. ക്ഷമയല്ല, ക്ഷമാം. ലാസ്റ്റ് ക്ഷമ പറയേണ്ടി വരും എനിക്ക് തോന്നുന്നത്. മസ്ക് മെലൻ എന്ന് പറയുന്ന ഒരു സാധനമാണ്. നമ്മൾ സാധാരണ കടകളിൽ ചെന്നിട്ട് ഒരു ക്ഷമം കുടിച്ചിട്ടുള്ള പരിചയം. ഇത് വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാം അറിയാമോ? ഇത് നല്ല തൊലിക്കട്ടിയുള്ള സാധനമാണ്. എനിക്കും ശരിക്കും. ആ പറഞ്ഞു. ഇനി ഇതിലിടാൻ വേണ്ടി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം? അത് പറഞ്ഞു പോവല്ലേ? അവിടെ പറഞ്ഞ പാല്, പഞ്ചസാര. ആരെങ്കിലും ഒരാൾ ഒരു പാല് പഞ്ചസാര വിട്ടിട്ട് വെറൈറ്റി ഉള്ള സാമ്പാർ പൊടിയൊക്കെ ഇട്ട് കലക്കി എടുക്കും. പിന്നെ വേറെ കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ സ്പെഷ്യൽ ആക്കിയാലോ? അല്ല, ഏത് ടേസ്റ്റ് ഇട്ടാലും അല്ല ക്ഷമാന്ന് അറിയില്ലല്ലോ. അറിയില്ല. അറിയാത്തോണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പൊ ഇന്നുകൊണ്ട് ഞാൻ ഈ ഭൂമുഖത്തൊന്ന് അസ്തമിക്കുകയാണ്. അതായിരിക്കും നല്ലത്. അല്ല, ഒരു യുഗം അവസാനിക്കാൻ പോകും. അപ്പൊ ഇനി നമുക്ക് ആദ്യത്തെ രണ്ട് ടീമുകളെ ഇൻഗ്രീഡിയൻസ് എടുക്കാൻ വേണ്ടി വിടാം അല്ലേ? അപ്പോ നമ്മുടെ നാൻസി മഹാറാണിയും അതുപോലെ തന്നെ കോട്ടയം മഹാരാജാവും കൂടി ചേർന്ന് ഓടിച്ചെന്ന് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് വന്നോളൂ. നമ്മുടെ ലേബറിന്റെ ഫ്രിഡ്ജിലാണ് പാലൊക്കെ ഇരിക്കുന്നത്. പാൽ എടുക്കണമെങ്കിൽ ഫ്രിഡ്ജ് തുറന്ന് എടുക്കണം കേട്ടോ. അടുത്ത ടീമുകൾക്ക് കലവറയിലേക്ക് പോകാനുള്ള സമയമാണ്. അടുത്ത രണ്ട് ടീമുകളും കൊട്ടയം പട്ടിയെടുത്ത് ഓടിക്കോളൂ. ഇത് വെച്ചിട്ട് പോ. വേണ്ടത് അവിടെ വെച്ചോ, ഞാൻ വരുവാ. അപ്പൊ ഇന്നത്തെ ഈ ഒരു കുക്കിംഗ് ടാസ്കിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വളരെ തൊലിക്കട്ടിയുള്ള ചില ഫ്രൂട്ട്സുകളാണ് എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത്. ഇന്ന് ഇവരുടെ ആ ഒരു മേശപ്പുറത്ത് മിസ്സിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തിയാണ്. കത്തി ഞാൻ കൊടുത്തിട്ടില്ല. കത്തി ഇല്ലാതെ നിങ്ങൾ പാചകം ആരംഭിക്കേണ്ടതാണ്. അത് തല്ലി പൊളിക്കുകയോ നിലത്തിട്ട് ചവിട്ടി കൂട്ടുകയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ കുക്ക് ചെയ്തോളൂ. അതെല്ലാം കഴിക്കാനായിട്ട് നമ്മുടെ ഉല്ലാസ് ചേട്ടനോട് റെഡിയാണ്. അപ്പോൾ അടുത്ത ബെസറോട് കൂടി കുക്കിംഗ് ആരംഭിക്കുന്നതായിരിക്കും. 1 2 3 go. ദൈവമേ.
ജയശ്രീയുടെ ഒരു വർക്കിംഗ് പ്ലാൻ എന്താണ്? നമ്മൾ ആദ്യം ഷമാമിനെ എന്ത് ചെയ്യാൻ പോകുന്നു? ക്ഷമാമിനെ നമ്മൾ നെയിലിട്ട് ജസ്റ്റ് ക്രൂരമായി. ക്രൂരമായി അതിനെ ആക്രമിക്കാൻ പോകുന്നു. അപ്പൊ എന്താണ് പ്ലാൻ? നെയ്യിട്ട് നമ്മളത് വഴറ്റിയെടുക്കുന്നു. വഴറ്റിയെടുക്കുന്നു. കഷ്ണമൊന്നും കാണത്തില്ല. കഷ്ണമൊന്നും കാണത്തില്ല. സ്പെഷ്യൽ കഷ്ണമില്ല, അത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ തന്നെ അത് പായസമായി. കളർഫുൾ ആയിരിക്കും. കളർഫുൾ ആയിരിക്കും. ഇവിടെ ഓരോരുത്തർ വരുന്നു, ഓരോ സാധനം എടുത്തത് അറിഞ്ഞു പുറഞ്ഞു വെപ്പിട്ട് വായിച്ചെടുക്കാൻ പറ്റൂലല്ലോ. എന്റെ പൊന്നു നന്ദിനുട്ടി, ഭയങ്കര സ്റ്റാൻഡേർഡ് ഉള്ള പേരായി പോയി. ആപ്പിൾ സ്വീറ്റ് പായസം. കുറെ നേരമായിട്ട് ഞങ്ങളെയൊക്കെ ഇട്ട് അങ്ങ് കളിയാക്കുവാണല്ലോ. അല്ലല്ല പോയി പണിയെടുക്ക് പോ. അല്ല എന്താ പ്രശ്നം? നിങ്ങളൊരു കോമഡി പറഞ്ഞു ഞങ്ങൾ കാണട്ടെ. രണ്ടുപേരും കൂടെ കൂടി കൗണ്ടർ അടിയാ, കൗണ്ടർ അടി. നിങ്ങൾ ഒരു തമാശ അങ്ങ് പറഞ്ഞ് ചിരിപ്പിക്കണം. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും ഉല്ലാസമായിട്ടാ ഒരു തമാശ. നിർബന്ധമാണെങ്കിൽ ഞാൻ ഒരു കോമഡി പറയാം. എല്ലാരും കേൾക്കണേ, എല്ലാരും കേൾക്കണേ. കരിഞ്ഞു ഞാനൊരു കോമഡി പറയാം. എന്റെ ഒരു സുഹൃത്ത് അവന്റെ അച്ഛനുമായിട്ട് പെണ്ണ് കാണാൻ പോയി. പെണ്ണിന്റെ വീട്ടിൽ ചെന്നു. ചിരിക്കല്ല, ഇപ്പഴേ ചിരിക്കല്ല, കോമഡി ആയിട്ടില്ല. അങ്ങനെ പെണ്ണ് കാണാൻ ചെന്ന് ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ചെറുക്കന്റെ അച്ഛൻ പെണ്ണിന്റെ അച്ഛനോട് ഒരു ചോദ്യം, പെണ്ണിന് എന്ത് കൊടുക്കും എന്ന് ചോദിച്ചു. അപ്പൊ പെണ്ണിന്റെ അച്ഛൻ പറഞ്ഞതാണ്, രാവിലെ ഇഡലി ദോശ അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കുന്നത് എന്തായാലും പലഹാരങ്ങള്, ഉച്ചക്ക് ചോറ് കൊടുക്കും, വൈകിട്ട് പോലെ ഇനിയാണ് കോമഡി, വൈകിട്ട് കഞ്ഞിയും മാറും കൊടുക്കുന്നത്. കിടന്ന് ഉറങ്ങും, സ്വപ്നം കാണും. അതെ അതെ, നമ്മള് സ്പോട്ട് നോക്കി കൗണ്ടർ പറയണം ചേട്ടാ. അല്ലാണ്ട് ഇങ്ങനെ ചീഞ്ഞ സാധനം എല്ലായിടത്തും വാരി വിതറരുത്. ഞാൻ കാണിച്ചു തരാം. ഈ കോമഡി നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എന്ത് പറയണം എന്ന് പറഞ്ഞുതരാം. ശരി ശരി. പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജാവ്. വെറൈറ്റി. ആ രാജാവിന്റെ മകൾക്ക് ഒരു സ്വയംവരം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ സ്വയംവരത്തിന് കുറെ രാജകുമാരന്മാർ വന്നപ്പോൾ അതിൽ ഒരു രാജകുമാരന്റെ അപ്പൻ ഈ രാജാവിനോട് ചോദിച്ചു, നിങ്ങൾ മകൾക്ക് എന്ത് കൊടുക്കുമെന്ന്. അപ്പോൾ രാജാവ് പറഞ്ഞു, രാവിലെ പള്ളിപ്പുട്ടും പയറും, ഉച്ചയ്ക്ക് പള്ളിച്ചോറും കറിയും, വൈകുന്നേരം പള്ളിക്കഞ്ഞിയും പയറും. മഹാമതേ മാപ്പു നൽകൂ ഗുണനിധേ മാലകറ്റ കനിഞ്ഞാലും ദയാവാരി. വീസോണിന്റെ പാത്രങ്ങളിലാണ്. നിങ്ങൾക്ക് എല്ലാം അറിയാം, വീസോണിൽ ഓണം മെഗാ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡ്യൂറബിൾ ടെഫ്ലോൺ നോൺ സ്റ്റിക് കോട്ടിങ്ങോട് കൂടിയ അപ്പച്ചട്ടി, ഫ്രൈ പാൻ, 5500 ml കപ്പാസിറ്റിയോട് കൂടിയ കാസറോൾ ഇവ സ്വന്തമാക്കുമ്പോൾ ഒപ്പം സൗജന്യമായി നേടൂ 1759 രൂപ വില വരുന്ന കടായി വിത്ത് ഗ്ലാസ്സിലിടും ഒരു ദോശത്തവയും. സ്പെഷ്യൽ ഓണം ഓഫർ 1999 രൂപ. എല്ലാവരും എത്രയും വേഗം ഈ ഓണം മെഗാ ഓഫർ നിങ്ങളുടെ രാജാവി, കോട്ടയം രാജാവി. എന്തോ സുഖം തന്നെയല്ലേ? കോമഡി പറയാമെന്നാണോ? ദൈവത്തെ ഓർത്ത് ഞങ്ങളിതൊന്ന് തീർത്തോട്ടെ. ഞാൻ നാട്ടുകാർ ഇതൊന്ന് കാണിച്ചു കൊടുത്തോട്ടെ. മക്കളെ ഇത് ഒന്ന് പറഞ്ഞു തരൂ, ഇത് സാമ്പാറാണോ? സംഭവം ഞങ്ങൾക്ക് കത്തി എന്നുള്ള സാധനം പാൽ സാമ്പാർ സിസേഴ്സ് കൊണ്ട് ഇത്രേ പറ്റുള്ളൂ. തക്കാളി ചട്ടി ഉണ്ടാക്കി വെച്ച പോലെ ഒരു സൈഡിൽ നിന്ന് ഒരു സാധനം കുറുക്കി എടുത്തിട്ടുണ്ട്. ഇത് പാലിലിട്ട് കർമൂസ പാലിലിട്ട് തൈര് ഉണ്ടാക്കാന്നുള്ളത് നമുക്ക് മനസ്സിലായിരിക്കാണ്. പായസമാണോ ജ്യൂസ് ആണോ?
എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഇല്ല 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 എല്ലാ ടേബിളിലും കൃത്യമായി പാല് അരുത്, കഴിക്കരുത്. ഓ മൈ പാല് പിരിഞ്ഞതല്ല എടാ ഞാൻ ഒരു ബെസ്റ്റ് ഐഡിയ പറയട്ടെ, ഒരു ഇച്ചിരി മഞ്ഞപ്പൊടിയും കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാളനാന്ന് പറഞ്ഞ നാട്ടിൽ ഇല്ല ഇല്ല ഇത് ഞങ്ങൾ തക്കാളിക്കറി. തെറ്റിദ്ധരിച്ചതാണ്. തക്കാളിക്കറി. ഡിഫറെന്റ് ഇൻഗ്രീഡിയന്റ് ആണ്. ഇതിപ്പോ ഒരു ഇൻഗ്രീഡിയന്റ് അവിടെ കിടന്ന് തിളച്ചു, ഒരു ഇൻഗ്രീഡിയന്റ് ഇവിടെ കിടന്ന് തിളച്ചു. ഇനി ഇത് എപ്പോഴാണ് മിക്സ് ചെയ്തത്? അതിന് മുഹൂർത്തം നോക്കണ്ട, മിക്സ് ചെയ്തോ ഇട്ടോ എന്തായാലും പൊളിയും. എന്തായാലും ഒരു വാക്കെടുത്ത് നിൽക്കുക. എന്തായാലും പൊളിയും. ഇട്ടോ ധൈര്യമായിട്ട് ഇട്ടോ. ആ പോരട്ടെ. ആ അങ്ങനെ ഇത് പിരിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആപ്പിളിന്റെ മണം അടിക്കണ്ടോ നോക്കട്ടെ. ആപ്പിളൊക്കെ മരിച്ചിട്ട് പോകുമ്പോ ഒരാഴ്ചയായി. മനസ്സിലായില്ലേ ഏത് സ്റ്റെപ്പാണ് ഇത്? ഇങ്ങനെ നോക്കിയോ, ഇങ്ങനെ ഇങ്ങനെ. ഇനി ഞാൻ ഓരോ ടീം അംഗങ്ങളായിട്ട് വിളിക്കാൻ പോകണം. അവരെന്തായാലും സെർവ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ എല്ലാം നമ്മള് ഈ ഉണ്ണിവായിലേക്ക് വെച്ച് കൊടുക്കുന്നതായിരിക്കും. ജയശ്രീ, നിങ്ങളുടെ ഉണ്ണിമധുരം കൊണ്ട് ആദ്യം വരൂ. ഒരു സ്പൂൺ എടുത്ത് ഉണ്ണിക്ക് പാപ്പം. ധൈര്യപൂർവ്വം പാപ്പം കഴിക്കും. പാപ്പ കഴിക്കാം. കഴിക്കേട്ടാ. എല്ലാരും ഒന്ന് കണ്ടോട്ടെ. എന്റെ ഈ സുന്ദരമായ മുഖം കണ്ടോണ്ട് കോരിത്തില്ലു. എന്താ ഒരു മനോഹരമായിട്ടുള്ളൊരു എന്നെ പോലല്ല, നിന്റെ പായസം കൊള്ളാം. അത് ഞാൻ ക്രെഡിറ്റ് ഇവിടെ കൊടുക്കണം. അപ്പൊ ഞങ്ങളുടെ പായസത്തിന്റെ രുചി മാത്രം നിങ്ങളുടെ നാവിൽ ഇങ്ങനെ നിൽക്കരുത്. കണക്ക് പൊള്ളി. നല്ല ടേസ്റ്റ് ഉണ്ട്. കലക്കിയോ? ആ, അതറിഞ്ഞാ മതി. അവിടെ പോയിരുന്നു ആപ്പിൾ പൈസും എടുത്തോ. എടുത്തോ. ആ ആപ്പിൾ എന്തിനാ വെറുതെ ചുമ്മാ ഒരു അലങ്കാരത്തിന് ഷോയ്ക്ക് വെച്ചല്ലേ ബാബാ? എന്റെ അണ്ണാക്ക് പൊള്ളിയിരിക്കുകയാണ്. ഇനി എനിക്ക് എന്തിന്റെങ്കിലും രുചി അറിയാൻ പറ്റും. ഇത് കണ്ടിട്ട് രാജകുമാരിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇത് ആശ്രമത്തിലെ മുനികന്യയില്ലേ, ഈ ഫലമൂലാദികൾ കൊണ്ട് പായസം ഉണ്ടായിക്കൊണ്ട് വന്നിരിക്കുകയാണ്. കണ്ണടക്കി എക്സ്പ്രഷൻ ആയിട്ട് മരിച്ചു. എന്നാലും ആ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. എല്ലാ കർത്തവ്യത്തിലേക്ക്. ഗുരുവൊന്നുമില്ല, ഗുരുവൊന്നും. ഇനി ഞാൻ ഊതിയിട്ട് വായിലേക്ക് ഇടാം. ചൂടൊന്നുമില്ല, കുറച്ച് ചൂടേ ഉള്ളൂ. അയ്യോ, മുറ്റുപായസം അടിപൊളി. കിടിലൻ. ഞാൻ പറഞ്ഞില്ല എപ്പോഴേ. സത്യോടെ സൂപ്പർ പായസം, സൂപ്പർ. സത്യല്ലേ? 1/2 കിലോ മിൽക്ക് മേഡ് ഇട്ട് കലക്കി. മധുരമല്ലാതെ വേറെ ഒരു പൊടി പോലും ഇല്ല കണ്ടുപിടിക്കുവാൻ. പാലിനകത്തില്ല. ഒരു 1/2 ടിൻ മിൽക്ക് മേഡ് കമത്തി ഒഴിച്ചുണ്ടാക്കിയ സാധനം ആയതുകൊണ്ട് വേറെ ഒരു കുറ്റം അറിയില്ല. സത്യസന്ധതയ്ക്കുള്ള അവാർഡ് കിട്ടുന്നത് പിന്നെ ഒന്ന് പറഞ്ഞൂടെ? കൊള്ളാം. അതാ ഞാൻ പറഞ്ഞത്. കൊള്ളായ്മ ഒന്നും നമുക്ക് അറിയാൻ പറ്റൂല. മിൽക്ക് മേഡ് അങ്ങ് നിൽക്കുമല്ലേ മുട്ടായിട്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും കൂടെ നമുക്ക് തണുപ്പിച്ച് കഴിഞ്ഞാൽ പുഡിംഗ് ആയിട്ട് എടുക്കുമായിരുന്നു. കുറച്ചുകൂടെ ടേസ്റ്റ് ആണല്ലേ. ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാം. താങ്ക് യു. ഞങ്ങൾക്ക് ലാസ്റ്റ് ഒക്കെ മതി. ഹലോ ഹലോ ഞങ്ങൾക്ക് ലാസ്റ്റ് മതി. നിങ്ങൾക്ക് പെട്ടെന്ന് പോകാം, ബാത്റൂമിലേക്ക് പോകാലോ. ഇതുണ്ടല്ലോ, ഇത് കഴിക്കുമ്പോ നിങ്ങൾക്ക് ഇത് തോന്നും. അപ്പൊ ഇതും കൂടി രണ്ട് ടൈപ്പ്. ഞങ്ങൾ രണ്ടെണ്ണം കൊണ്ടുവരും. ഞങ്ങൾ അങ്ങനെയാ. അല്ല, ഇതിന്റെ കോമ്പിനേഷൻ ഒന്നുമില്ല. നെയ്റോസ്റ്റ് വേണം, തേങ്ങാ ചമ്മന്തി, ഇത് തക്കാളി ചമ്മന്തി. അതിനെ കൊണ്ട് കണ്ടിപ്പരി വിട്ടോണ്ട് വന്നേക്കാ കളിപ്പിക്കാനായിട്ട്. അലുവ കഴിക്ക്, ചമ്മന്തി അലുവ തിന്നി. ചേട്ടാ കുറച്ച് കോരി എടുത്താ മതി കേട്ടോ. നല്ലതാ, കൊറേ എടുത്തോ. ജീവിതത്തിനൊരു തിരുവനായി. പാലില്ലാത്ത സംഘത്തിനുള്ള പുറപ്പാടാണോ? നല്ലതാ. മേടിക്കുന്ന കാശിനോട് ആത്മാർത്ഥത. കഴിക്കേ. അത് ഇതല്ല, അത് കഴിക്കണം. അത് കഴിക്കണം. അത് നല്ലതാ. സ്പെഷ്യലാ അല്ലേ?
അതിൽ പാലൊഴിച്ചിട്ടില്ല, അതാണ്. നിന്നെ ഇനി ഇവിടെ വെച്ചോണ്ടിരിക്കണോ വേണ്ടോ എന്നുള്ളത് ഞങ്ങളൊന്നും ആലോചിക്കുന്നുണ്ട്. കൊള്ളാം മോളെ, നന്നായി. ഒരു ചെമ്പില് വെള്ളം അയ്യോ, ഇതെന്താ ഇത്? അതല്ല ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. എല്ലാരും പായസം കഴിഞ്ഞാൽ ഞങ്ങളുടെ അത്തപ്പൂക്കളം മല്ലിയിലയിട്ട പായസം ഞാൻ ആദ്യമായിട്ട് കാണും. മല്ലിയിലയിട്ട പായസം ഞാൻ ആദ്യമായിട്ട് കേക്കണ്ട. ചേട്ടാ ഷെഫേട്ടാ അവിടെ ഇരുന്ന് തിന്നാം. തമാശല്ല. പിന്നെ എഴുതേക്കാൻ പറ്റിയത് വരത്തില്ല. ഫൈനൽ ടേസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഫൈനൽ ടേസ്റ്റ് നിങ്ങൾക്ക് ഓക്കെ വലിയ കാര്യമായി. കഴിക്ക്. ചേട്ടാ ഇവിടെ ഇരുന്ന് കഴിക്കുന്നു. എല്ലാരും വേണവേ ഇവിടെ കഴിച്ചിട്ട് ഇവിടെ തന്നെ കിടക്കാം. എല്ലാരും വാ, കൂടെ പുറപ്പുകളെ വാ. ഈ സാധനം എടുത്ത് കഴിക്ക്. ബഹുമാനം കൊടുക്കുവാണോ അതിന്? അതല്ല കഴിക്കും. നിങ്ങൾ ഇത് കാണുക. അല്ല അത് എന്നാ Why this കൊലവെറി വേണം? Why this കൊലവെറി? അത് അലങ്കാരാന്ന് പറഞ്ഞത്. ഇതിനകത്ത് തപ്പിയാൽ തിമിംഗലത്തിന്റെ ഛർദി വരെ കിട്ടും. കോടികൾ വിലയുള്ള തിമിംഗലത്തിന്റെ ഛർദി വരെ ഇതിനകത്ത്. ബ്യൂട്ടി സെൻസ് ഇല്ലാത്ത കൺട്രി ഫെലോ. ഞാൻ ഈ പരിപാടിയുടെ ആങ്കറിംഗ് പരിപാടി രാജിവെച്ച് പോവാണ്. അതൊക്കെ എന്നാന്ന് അവിടെ ചോദിക്കാൻ എനിക്കറിയത്തില്ല. എന്നെ കണ്ട് കഴിച്ചു നോക്കിയിട്ട് ഭർത്താനം പറയൂ പിള്ളേരെ. എനിക്ക് കഴിക്കണമെന്നില്ല, മണം അടിച്ചാൽ അറിയാൻ പറ്റും. അത് പറ്റൂല, കഴിച്ചു നോക്കിയിട്ട് പറയണം. ഹലോ കഴിച്ചിട്ട് പോവുള്ളൂ. ഹലോ കഴിക്കും. നോട്ട് ബാഡ് അല്ലേ വിചാരിച്ചത്ര. എന്നേട്ടാ എന്നാ പറ്റിയേ? നീ വീണ്ടും എടുക്കുന്ന ഈ വാടാ നീ. നല്ല അണ്ടിപ്പരിപ്പും പഞ്ചസാരയും ശർക്കര ഇട്ട് മീൻകറി നല്ല മത്തിക്കറി വെച്ചങ്ങനെ ഉണ്ടാവും. വീട്ടിലെ സെറ്റപ്പ് ആയിരുന്നു. എന്റെ പൊന്നു ഹിമേ, കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഇനി ആലോചന തന്നെ എവിടെ നിന്നാന്ന് എനിക്കൊന്ന് കാണണം. അപ്പൊ നമുക്ക് അറിയേണ്ടത് ഈ കൂട്ടത്തിലെ ഒരുവിധം ഭേദമായിരുന്ന പായസം ഏതായിരുന്നെന്നാണ്. കാരണം അമ്പേ പരാജയങ്ങളായിരുന്നു. നമ്മളെ ബാധിക്കില്ല അത്. വാ, ഞങ്ങളെ പോലെ അലങ്കരിച്ച് ഏതെങ്കിലും പായസം ഉണ്ടായിരുന്നോ? തങ്ങളെ പോലെ അഹങ്കരിച്ചതാ. അലങ്കരിച്ചല്ല. ഞങ്ങൾ അഹങ്കരിച്ചിട്ടില്ല. ഈ ചേട്ടനാണ് അഹങ്കരിച്ചത്. പക്ഷേ ഇത് അത്തപ്പൂക്കള മത്സരമല്ല. അവിടുന്ന് അലങ്കരിച്ചാ വന്നേക്കണേ. എനിക്ക് അറിയേണ്ട ഇത്രേ ഉള്ളൂ. ചേട്ടൻ കഴിച്ചതിൽ വെച്ച് ഭേദമായിരുന്നു ഒരു പായസത്തിന്റെ പേര് പറയൂ. ഞങ്ങളുടെ പായസം. ഞാനൊരു ഷെഫ് എന്ന നിലയ്ക്ക് ആധികാരികമായിട്ട് അതിനെ കുറിച്ച് സംസാരിക്കുക. നന്ദനുണ്ണിയുടെ ആയിരുന്നു. മഹാറാണി സൂപ്പർ ആയിട്ട് ഉണ്ടാക്കി. 1/2 കിലോ കണ്ടൻസ് മിൽക്ക് കമത്തി ബാക്കി എല്ലാ ടേസ്റ്റും അവര് കവറപ്പ് ചെയ്യുന്നതിനാൽ പായസം കുടിച്ചപ്പോ നല്ല രസം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഹൽവ നല്ലതല്ല. ഞങ്ങൾ 2 ഉണ്ടാക്കിയിരുന്നു, ഒന്നല്ല. അവരൊക്കെ ഒന്നേ ഉണ്ടാക്കി, ഞങ്ങൾ 2. ഒരെണ്ണം തെറ്റിപ്പോകുമ്പോ ഒരെണ്ണം ഉണ്ടാക്കണം, 2 ഉണ്ടാക്കിന്നല്ല പറഞ്ഞ. തൈര് പായസത്തിലൊക്കെ ആദ്യമായിട്ട് അതിലെങ്കിലും പിടിക്കാൻ നോക്കിന്ന് പറ. ആ പായസം പോലെ പിരിഞ്ഞു പോകരുത് എല്ലാരും കൂടെ എപ്പിസോഡ് കഴിയുമ്പോഴത്തേനും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മുടെ കോമഡി കൊണ്ടാട്ടത്തിന്റെ അതിമനോഹരമായ സംഭവം ബഹുലമായ മറ്റൊരു എപ്പിസോഡ് കൂടി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ഓണം. കോമഡി കൊണ്ടാട്ടം co-powered by Das Ritter, a range of cosmetics, kitchen treasures, RKG Key, Colvin, Labor, associate sponsor Visa.